കേവിന് പുറത്ത് 1-2 വിദേശികളൊക്കെ നിൽക്കുന്നതാണ്. കേവിനകത്ത് ഒരാളിരിക്കുന്നു. ഇത് മെർലിൻ മൺറോയുടെ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ടുള്ള ഒരു ഓൾഡ് ലേഡി. ഇത് വേറൊരാൾ. അവിടെ ദൂരെ ഒരാൾ ധ്യാനത്തിനിരിക്കുന്നു. അയാൾ നമ്മളെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ട് പുറത്തു പോയി. അങ്ങനെ അവിടെ എന്തോ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ഒരു ചെറിയ ക്ഷേത്രം, പിന്നെ ഹോമകുണ്ടം പോലെ കുറച്ച് കല്ലൊക്കെ ചേർത്ത് കുറച്ച് വിളക്കുകൾ കൊളുത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഗുണ കേവിനകത്ത്, അല്ല സോറി, ശിവ കേവിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ദ്വാരത്തിലൂടെയാണ് സൺറൈസ് ഇതിനകത്ത് പ്രവേശിക്കുന്നത്. അതാണ് ആളുണ്ട് ഉള്ളിൽ. വെളിച്ചത്തിനുള്ള ഏക സോഴ്സ്. സൗണ്ട് കേൾക്കുന്നത് ഈ ശിവ കേവിനകത്ത് തന്നെ 20ഓളം കേവുകൾ വേറെയുണ്ട്. പലതിനകത്തും ആളുകൾ ഇങ്ങനെ തപസ്സിലിരിക്കുന്ന പോലെ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്നുണ്ടാവും എന്നാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണാൻ. ഫ്ലാഷ് ഫോട്ടോ അടിക്കും. തിളങ്ങണ നോക്കൂ കല്ലിൻ്റെ ഇടയിൽ കൂടെ. ഫ്ലാഷ് അടിക്കണോ? സൂക്ഷിച്ച് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യേ. ഒരു മിനിറ്റ്, ഫ്ലാഷ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വവ്വാലൊക്കെ അവൻ്റെ മേലെ വന്ന് പൊതിയോ എന്നുള്ള ഭയം കൊണ്ടാണ് അവൻ ഫ്ലാഷ് ഓൺ ചെയ്യാൻ പഠിക്കുന്നത്. ഒന്നും മനസ്സിലാവില്ല. തിരിച്ചു പോ. ഇവിടെ മൊത്തം കൂരി ഇരുട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഹോളിലൂടെ വെളിച്ചം വരുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് വെളിച്ചമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വല്ല പാമ്പുകളോ വല്ല ജീവികളോ വല്ല പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാൻ കഴിയില്ല. അത്ര സെക്യൂർഡായിട്ടുള്ള ഒരു പ്ലേസ് അല്ല ഒറ്റ നോട്ടത്തിൽ ശിവ കേവ്. എങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നമുള്ളതായിട്ടും തോന്നിയില്ല. ഗോർണിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശിവ കേവ്. പക്ഷേ സൂക്ഷിക്കണം, അതിനകത്ത് ഇരുട്ടുള്ള ഗുഹകളിലൊന്നും കയറാതെ